വാർത്തകൾ തുടർന്ന് നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. കണ്ണൂർ പയ്യന്നൂരിൽ ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കി. മരിച്ചത് കുന്നരു AUP സ്കൂളിലെ പ്യൂണായ അനീഷ് ജോർജ്. അനീഷിനെ SIRന്റെ ഭാഗമായുള്ള ജോലി സമ്മർദ്ദം അലട്ടിയിരുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കേരള വിഷൻ ന്യൂസിനോട്. ദിവസമായി അനീഷ് മാനസികമായിട്ട് വലിയ സമ്മർദ്ദത്തിലായിരുന്നു. BLOന്റെ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ കുറെ ആളുകളെ വലിയ പരിചയമില്ലാത്തൊരു പ്രശ്നം ഇതിന്റെ ഭാഗമായിട്ട് പോകും. അതുകൊണ്ട് തന്നെ കുറെ ഇത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അനീഷ് പണി ആവില്ല എന്ന് പറഞ്ഞ് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ മുമ്പിലെ വിവരം. ഇപ്പോഴെന്തോ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ ഇതിന്റെ എല്ലാം തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പൊ അതിൽ മാനസികമായിട്ട് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് അമ്മയും ഭാര്യയും നമ്മോട് പറഞ്ഞത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പെരിങ്ങോം പോലീസ്. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. തിരുവനന്തപുരത്ത് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ജീവനൊടുക്കിയ RSS പ്രവർത്തകൻ ആനന്ദ് സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്ത്. സംഘടനയ്ക്ക് വേണ്ടി ശരീരവും പണവും മനസ്സും കൊടുത്തു, എന്നിട്ടും സീറ്റ് നിഷേധിച്ചെന്നും ശബ്ദ സന്ദേശം. ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലേ നിന്ന് എന്റെ പണം, ശരീരം, എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ, എന്റെ സമയം. എന്നിട്ട് സീറ്റിന്റെ അടുത്ത് ഈ പരിപാടി കാണിക്കുമ്പോഴേ ചുമ്മാ അത് 4 മടക്കി പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റില്ല. ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നവരുടെ മൊഴിയെടുക്കാൻ പോലീസ്. ആനന്ദിനെ അധിക്ഷേപിച്ച് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ. ആത്മഹത്യ ചെയ്യുന്നത് മാനസിക വിഭ്രാന്തി മൂലമെന്ന് അധിക്ഷേപം. ആനന്ദ് പ്രവർത്തകനായിരുന്നില്ലെന്ന് BJP ജില്ലാ നേതൃത്വം. തിരുവനന്തപുരം നെടുമങ്ങാട് വ്യക്തിഹത്യ നടത്തിയെന്ന് ആരോപിച്ച് BJP പ്രവർത്തക ജീവനൊടുക്കാൻ ശ്രമിച്ചു. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർട്ടി തന്നെ അപവാദ പ്രചരണം നടത്തിയെന്ന് ശാലിനി. പല പ്രചരണങ്ങളും നടത്തി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന്റെ പേരിൽ അതിന്റെ മനോവിഷമത്തിലാണ് ഞാനിത് ശ്രമിച്ചത്. ജീവനൊടുക്കാൻ ശ്രമിച്ചത് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം വ്യക്തിഹത്യ നടത്തിയതോടെ അധിക്ഷേപിച്ചത് ചില പ്രാദേശിക നേതാക്കളെന്നും ശാലിനി. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതം. സ്ഫോടനം നടത്തിയത് TATP എന്ന മാരക സ്ഫോടക വസ്തു ഉപയോഗിച്ചെന്ന് കണ്ടെത്തൽ. കാറിൽ സൂക്ഷിച്ചത് 30 കിലോ സ്ഫോടക വസ്തു. ചെങ്കോട്ടയ്ക്ക് സമീപത്ത് നിന്ന് വെടിയുണ്ടകളും ഷെല്ലുകളും കണ്ടെത്തി. അന്വേഷണം അൽ ഫലാൽ സർവകലാശാലയിലെ കൂടുതൽ ഡോക്ടർമാരിലേക്ക്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട വൈകിട്ട് തുറക്കും. പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരും ഇന്ന് ചുമതലയേൽക്കും. പ്രതിദിനം ഓൺലൈനിലൂടെ 70,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 20,000 പേർക്കും പ്രവേശനം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധന നാളെ. പരിശോധനകൾക്കായി പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെത്തി. രഥോത്സവത്തിന്റെ ഭാഗമായുള്ള ദേവരഥ സംഗമം ഇന്ന്. വൈകിട്ട് ദേവരഥങ്ങൾ തേരുമുട്ടിയിൽ സംഗമിക്കും. മനോഹര കാഴ്ച കാത്ത് 10,000.